ഈശോയാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവം എന്നോട് ക്ഷമിക്കുന്നത് കൊണ്ടാണല്ലോ ഇന്ന് സമൂഹത്തിന് മുൻപിൽ മാന്യതയോടെ തല ഉയർത്തി നിൽക്കാൻ എനിക്ക് സാധിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലൂടെ എന്നോട് തെറ്റ് ചെയ്യുന്ന സഹോദരനോട് 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന ക്രിസ്തു വഴികൾ ക്ഷമ എന്ന പുണ്യത്തിന്റെ ശ്രേഷ്ഠതയെയും സ്വർഗരാജ്യത്തിന്റെ മഹത്വത്തെയും വെളിപ്പെടുത്തുന്നു. ഈ വചനഭാഗത്ത് ചിത്രീകരിക്കുന്ന മാനുഷികമായ കണക്കും കണക്കുകൂട്ടലുകളും തെറ്റാണെന്നും സ്വർഗത്തിന്റെ കണക്ക് കരുണയാണെന്നും നിർദ്ദയനായ ഭൃത്യന്റെ ഉപമയിലൂടെ ഇന്നേ ദിനം ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ ഹൃദയപൂർവകമായ ഒരു ദൈവിക പ്രവൃത്തിയാണ്. ഉള്ളിലേറ്റ മുറിവേറ്റ വേദനകളെ മറികടന്ന് എന്നിലും അവരിലും ഒരേ ആത്മാവ് പ്രവർത്തിക്കുന്നുവെന്ന സത്യം തിരിച്ചറിഞ്ഞ് മുറിവ് നൽകിയവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോഴാണ് എന്റെ ക്ഷമ ക്രിസ്തുവിന്റെ ക്ഷമയോളം വലുതാകുന്നത്. യഹൂദ പാരമ്പര്യമനുസരിച്ച് 7 പൂർണ്ണതയെ കാണിക്കുന്നുവെങ്കിൽ പൂർണ്ണതയുടെ പൂർണ്ണതയായ ക്രിസ്തുവോളം ക്ഷമിക്കുക എന്നത് തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തകളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ മനോഭാവങ്ങളെ നമുക്ക് ദൈവികമാക്കാം. അതിനുള്ള കുറുക്കുവഴി ഇത്രമാത്രം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം തിരുവചനം: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനായി നല്ല ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.